എപ്പോഴും കഷണ്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏർലി സ്റ്റേജസ് ആണ്. എന്ന് പറഞ്ഞാൽ മെയിൽ പാറ്റേൺ ബോൾനെസ്സിൽ 1 മുതൽ 2 ഗ്രേഡ് വരെയുള്ളവർക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കഷണ്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. അതുപോലെ 2 മുതൽ 4 വരെയുള്ളവർക്കും അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടും. 6 മുതൽ 7 സ്റ്റേജ് വരെയുള്ളവർക്ക് ട്രാൻസ്പ്ലാന്റ് മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുള്ളൂ. അതിനകത്ത് ബാക്കി എന്ത് പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കാലം ആ ഒരു സ്റ്റേജിലുള്ളവർക്ക് ഹെയർ റീഗ്രോത്ത് ചെയ്തു വരാനോ അല്ല മുടിയുടെ കട്ടി കൂടാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കുറവാണ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നല്ല, നമ്മൾ കഷണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിപ്പം മുടി ഇപ്പം 2 സൈഡിൽ നിന്ന് കുറയുക അല്ലെങ്കിൽ ഉള്ളു കുറയുക എന്നത് ഈ നെറുകയിൽ കൂടുതലും കുറയുന്ന ഒരു സമയത്ത് ഇത് ഹെൽമെറ്റ് വെച്ചിട്ട് വന്നതാണ് അല്ലെങ്കിൽ വെള്ളം മാറി കുളിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഇരുന്നതിന് ശേഷം ഈ മുടി ഒരുപാട് തിന്നായതിന് ശേഷം ഇതിനെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട്സ് വളരെയധികം കുറയും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യം തന്നെ നമുക്ക് മുടി കുറയാൻ തുടങ്ങുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട് വിശദമായ ഒരു പരിശോധന നടത്തി, ഇതിപ്പോൾ കഷണ്ടിയുടെ ആരംഭമാണെങ്കിൽ ആദ്യമേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും മികച്ചത്. അതുപോലെ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഷണ്ടിയിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഏർലി സ്റ്റേജസിൽ ഈ ഹോർമോണിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ആൻറ്റി DHT ആയി ഹോർമോൺസിൻ്റെ സെൻസിറ്റീവ് ഇരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുകയും അതുപോലെ മുടിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള മീസോതെറാപ്പി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റിമുലേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കഷണ്ടിയുടെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ലോങ് ടേം ആയിരിക്കും. ഇതിപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമോ കഴിച്ചാലൊന്നും ഇതിനൊരു പരിഹാരമാവില്ല. നോർമലി അത് ഒരു വ്യക്തിയുടെ ഏജും അതുപോലെ എന്തുമാത്രം ഫാസ്റ്റായിട്ട് ഇത് കഷണ്ടി പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നോർമലി നമുക്കൊരു 2 വർഷമെങ്കിലും മിനിമം നമ്മൾ കഷണ്ടിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുടികളെ നിലനിർത്താൻ പറ്റും. പക്ഷേ ഇത് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെയും ആക്ട് ചെയ്യും, പിന്നെയും ഹെയർ ലോസ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഈ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ഏറ്റവും കൂടുതലുള്ളത് 16 വയസ്സ് മുതൽ ഏകദേശം ഒരു 40-45 വയസ്സ് വരെ വളരെ ആക്റ്റീവായിരിക്കും ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ. അപ്പം അതുമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യമായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ സമയത്തെല്ലാം നമുക്ക് കഷണ്ടി ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് കഷണ്ടിയിൽ നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ചുമ്മാ ഈ പലതരം യൂട്യൂബിൽ കാണുന്ന പല ഇലകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ റോസ്മെരി വാട്ടറോ അല്ലെങ്കിൽ ഇതിനകത്ത് പലതരത്തിലുള്ള എണ്ണകളോ ഇതൊന്നും അല്ല അതിന് പരിഹാരം. അതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷണ്ടി ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം, ഈ ഹോർമോണിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതുപോലെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന തെറാപ്പീസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.